1000 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഹാളുകളുണ്ട്, വലിയ ഹാളുണ്ട്. പല പല ക്യാമ്പുകളാണ്. ബാസ്കറ്റ് ബോളിനുണ്ട്, റോളർ സ്കേറ്റിങ്ങിനുണ്ട്, പിന്നെ സ്വിമ്മിങ്ങിനുണ്ട്. ഈ പാർക്കിൽ പ്രായമായവർക്ക് വേണ്ടി എന്തെങ്കിലും കൺസെഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. അല്ല, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യുന്നത് നാട്ടുകാർക്കും എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവണം, ഗുണകരമാകണം. ഫുൾ ഫാമിലിക്ക് എൻജോയ് ചെയ്യാനുണ്ട് ഇവിടെ. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാ ചെടികളെല്ലാം വെട്ടി നിർത്തി, നല്ല ഗ്രീനറി. ഇവിടെ ഇങ്ങനത്തെ ആക്ടിവിറ്റി അല്ലാതെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ മാജിക് കണ്ടു. ഇപ്പോൾ സാറ്റർഡേ സൺഡേ നമ്മൾ പല എക്സ്ട്രാ ഷോസും വെക്കാറുണ്ട്. ഓക്കെ. ഇപ്പം ഞങ്ങൾ ഓഫീസിൽ എല്ലാവരുമായിട്ടാണ് ഇവിടെ വന്നത്. ഏതായാലും അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇതുപോലെ കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സുകളുടെ ഒരു ഹാഫ് ഡേ ഒരു ഔട്ടിന് ഇത് പറ്റിയ സ്ഥലമാണെന്നാണോ സാർ? അങ്ങനെ കോർപ്പറേറ്റ്സ് വരുന്നുണ്ട്, ഫോർ യുവർ ഇൻഫർമേഷൻ. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടും ഇവൻ വലിയ ഗ്രൂപ്പുകൾ വരെ വന്നിട്ടുണ്ട്. അവരെങ്ങനെ ഈ 4 മണിക്കൂർ വന്നിട്ട് ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവൻ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് അതിന്റെ കൂട്ടത്തില് ഹാളുകളുണ്ടല്ലോ, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു സംസാരിക്കാം. ഇപ്പൊ ഇങ്ങനെ കണ്ടു. ഇതല്ലാതെ ഞങ്ങളെപ്പോലുള്ളവർക്ക് താല്പര്യമുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതായത് ട്രെയിനർമാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻസിന് വേണ്ടിയുള്ള ഹോളൊക്കെ കണ്ടു അവിടെ. അപ്പോൾ അതെന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്? അല്ല, അത് ആക്ച്വലി ഞങ്ങൾക്ക് ഈവൺ ഒരു 1000 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഹാളുകളുണ്ട്, വലിയ ഹാളുണ്ട്. അത് എയർ കണ്ടീഷൻഡ് ഉണ്ട്, വേറെ നോൺ എയർ കണ്ടീഷൻഡ് ഉണ്ട്. പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്യാവുന്ന പോലെയുള്ള ഫെസിലിറ്റി ഉണ്ട്. ചെറിയ ഒരു 100 പേർക്ക് വേണ്ടി ചെറിയ ഹാളുണ്ട്. ചെറിയ ട്രെയിനിങ് ഒക്കെ നടത്താൻ പറ്റിയത്. സാർ, അപ്പോൾ ഈ കോർപ്പറേറ്റ് ഈവെന്റ്സ്, കല്യാണം അങ്ങനെ എന്തും നടക്കുന്നുണ്ട്. ഫുഡിന്റെ കാര്യമോ? ഫുഡ് ചെറിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് തന്നെ കാറ്റർ ചെയ്യും. വലിയ ഗ്രൂപ്പാണ് 1000 ഒക്കെ ആണെങ്കിൽ, അതിൻ്റെ മീതെയൊക്കെ ആണെങ്കിൽ ഔട്ട്സൈഡ് കാറ്ററേഴ്സ് അവർക്ക് ചെയ്യാവുന്നതാണ്. റെസ്റ്റോറൻറ്റ് രാവിലെ തൊട്ടുണ്ടോ? നമുക്ക് രാവിലെ തൊട്ടുണ്ട്, വൈകുന്നേരം വരെ. ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് വരാത്ത ഒരാൾക്ക് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാമോ? എന്നാ നമ്മൾ ആദ്യം വന്ന സ്ഥലം ആ റെസ്റ്റോറൻ്റ് ആണല്ലോ, അതിൽ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഇവിടെ വരെ ഇതിന്റെ അകത്ത് കയറാൻ മാത്രമേ ടിക്കറ്റ് എടുത്താൽ? അതെ. അപ്പൊ അവർക്ക് റെസ്റ്റോറന്റ് അവിടെ ഉപയോഗിക്കുകയും ചെയ്യാം. സാറേ, ഈ ഇങ്ങനത്തെ പ്രാക്ടീസസിനെ കുറിച്ചാണ്. ബാസ്കറ്റ് ക്യാമ്പുകളാണ്. ബാസ്കറ്റ് ബോളിനുണ്ട്, റോളർ സ്കേറ്റിങ്ങിനുണ്ട്, പിന്നെ സ്വിമ്മിങ്ങിനുണ്ട്, റോക്ക് ക്ലൈംബിങ്ങിനും, അതുപോലെ ഒരു അഡ്വഞ്ചർ സ്പോർട്സിന്റെ വേറെ ഒരെണ്ണമുണ്ട്. അങ്ങനെ പല പല ബാച്ചസ് ആയിട്ടുള്ള ഏത് പ്രായത്തിലുള്ള ആൾക്കും ഇവിടെ ചേരാം. താല്പര്യമുണ്ടെങ്കിൽ ചേരാം. ശരീരം അനുവദിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പ്രായമുള്ളവരുണ്ട് ചിലവരൊക്കെ. ഈ പാർക്കില് പ്രായമായവർക്ക് വേണ്ടി എന്തെങ്കിലും കൺസെഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ്? അറിവ് ശരിയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട്, അതായത് എബവ് 60 നല്ല ഡിസ്കൗണ്ട്. അത്രയെന്ന് ചോദിക്കണം. ശരി, അങ്ങനെയുള്ളവർക്കുണ്ട്. ഉണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് വേണം സ്ത്രീകളുടെ ഡേക്ക് എന്തോ സ്ത്രീകൾക്കൊരു ഓഫറൊക്കെ കൊടുക്കണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സാറ് എത്ര വയസ്സായി? ചോദിക്കാൻ പാടില്ല. എന്നാലും വേറെ ഒരു മടിയില്ല. ഞാൻ 74 റണ്ണിങ്. 74 ആയിന്ന് സാറിന് തോന്നാറുണ്ടോ? അത് പക്ഷേ ഓരോ കൊല്ലം കഴിയുമ്പോൾ ഓരോ വയസ്സ് കൂടുകയല്ലേ. അല്ല, ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നതുകൊണ്ട് ചോദിക്കണേ. അല്ല, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യുന്നത് നാട്ടുകാർക്കും എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവണം, ഗുണകരമാകണം. അതുകൊണ്ട് കൂട്ടത്തിൽ നമ്മുടെ എന്താ പറയുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കണമല്ലോ. അതെ, ലാഭം അധികം ഉണ്ടായില്ലെങ്കിലും കയ്യിൽ നിന്ന് കാശ് പോകാത്ത പോലെ ഇതിനെ കൊണ്ടുപോകണം എന്നൊരു താല്പര്യമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബ്രേക്ക് ഈവൻ ആയിട്ടില്ല. അത് കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു ബിസിനസ് ആയിട്ട് കാണുന്നില്ല, പകരം ഒരു വെൽഫെയർ ആക്ടിവിറ്റി, സോഷ്യൽ. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ്റെ, അതുകൊണ്ടാണ് ഇവിടുത്തെ റേറ്റ് ഒക്കെ വളരെ ചെറിയ റേറ്റ് ഉള്ളൂ. കാരണം ഈ പറഞ്ഞ മാതിരി റോളർ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതാണ് പറയുന്നത്. അതായത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴേ
സാധാരണ വീട്ടിൽ സാധിക്കില്ലല്ലോ. ഈ ഇവിടെ വന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും. ഇവര് വരണം. അപ്പൊ അത് കാരണം ഇവരുടെ സ്റ്റാൻഡേർഡ്സ് വളരെ ഹൈ ആയിരിക്കും. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാ ചെടികളെല്ലാം വെട്ടി നിർത്തി, നല്ല ഗ്രീനറി ഒക്കെ, വാക്കിംഗ് പാത്ത്. കുട്ടികൾക്ക് വന്നാൽ ഫുൾ ഫാമിലിക്ക് എൻജോയ് ചെയ്യാനുണ്ട് ഇവിടെ. ശരിക്കും ഞങ്ങൾ ഇത് വിചാരിച്ചില്ല കേട്ടോ. പാപ്പച്ചൻ ഞങ്ങളോട് നടക്കാൻ വരാന്ന് പറഞ്ഞാൽ വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇത് ഭയങ്കര വ്യത്യാസം. റെസ്റ്റോറന്റ് ഉണ്ട്, കപ്പലണ്ടി കഴിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം നല്ലതാണ്. എക്സസൈസുകളൊക്കെ വളരെ ഓപ്പൺ എയർ ആയതുകൊണ്ട് നല്ല ഫ്രഷ് എയർ ഉണ്ട്. രാവിലെ വന്ന് ചെയ്യാൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പോകാൻ വിടുന്നു. ഞാൻ എൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴും ഡേ മുഴുവൻ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് വരുന്നത്. എനിക്ക് എൻ്റെ വീട് വളരെ അടുത്തായതുകൊണ്ട് എനിക്ക് വളരെ സൗകര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് പലരും അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് പലരോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്. ദേ ആർ സോ ഹാപ്പി അബൌട്ട്. ഈ സാറിനെ അറിയോ? ആരാ ഈ സാർ? പരിചയപ്പെടുക. ആരും ചോദിക്കും ആരാ ഈ സാറാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് ഡേ കണ്ടില്ലേ നമ്മള്? ഉദ്ഘാടനം ചെയ്യാൻ വന്നിരുന്നില്ലേ? ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? അവിടെ പോയി ബസ്സിലടിച്ചാ? മുകളിൽ പോയി ബസ്സിലടിച്ചാ? അടിച്ചു. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഗ്രേഡ് 3. ഗ്രേഡ് 3. ഇത് പരിചയപ്പെടുത്തി. ഏത് സ്കൂളാണ്? ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. ഗ്ലോബൽ പബ്ലിക്. എങ്ങനെയുണ്ട് ഇവിടെ? എന്തൊക്കെയാണ് ഈ ചേട്ടന്മാരൊക്കെ പഠിപ്പിക്കുന്നത്? വന്നതിനേക്കാൾ കോൺഫിഡൻസ് കൂടുതൽ കിട്ടിയോ? ധൈര്യം കൂടുതൽ കിട്ടിയോ? ഇതിന് മുകളിൽ കയറാനൊക്കെ പേടിയൊക്കെ മാറി തകർക്കും. ഇത് 5ാം ദിവസം. ഇഷ്ടപ്പെട്ടു. ഇതെന്താ സാർ? ഇത് നമ്മൾ ഒരു പ്രത്യേകതരം ഒരു ഫിഷാണ്. അതിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് അടുത്ത് ചെന്നിട്ട് അതിന് തീറ്റ കൊടുക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റ വാങ്ങിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. താത്തി പിടിച്ചോ. സാറേ, ഈ ഇവിടെ ഇങ്ങനത്തെ ആക്ടിവിറ്റി അല്ലാതെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ മാജിക് കണ്ടു. പിന്നെ അത് എല്ലാ ദിവസങ്ങളും ഇല്ല. ക്രൗഡ് ഉള്ളപ്പോൾ സാറ്റർഡേ സൺഡേ നമ്മൾ പല എക്സ്ട്രാ ഷോസും വെക്കാറുണ്ട്. മാജിക് ഒക്കെ ഇവിടെ സ്ഥിരമുള്ളതാണ്. എന്തൊക്കെ ആക്ടിവിറ്റി? ഗാനമേള അങ്ങനെയൊക്കെ ഉണ്ട്. ആണ്. അത് കുറെ വന്നവരെ കൊണ്ടൊക്കെ തന്നെ പാട്ട് പഠിപ്പിക്കുക. പക്ഷെ അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു സിംഗർ ഉണ്ടാകും, ഒരു പ്രൊഫഷണൽ സിംഗർ ഉണ്ടാകും. അയാൾ പാടുന്നേക്കാളും കൂടുതൽ വന്നവരെ കൊണ്ട് പഠിപ്പിക്കും. അപ്പോൾ വരുന്നവർക്കൊരു വലിയ എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുന്നു എന്നതാണ്. അതാണ് നമ്മുടെ ഉദ്ദേശം. സാറേ, ഒരു ദിവസം എത്ര പേര് ആവറേജ് വരണം എന്നാണ്? ഇപ്പൊ എത്ര പേരാ വരുന്നത്? എത്ര പേര്? നമുക്ക് മിനിമം ഒരു 500 to 800 അത്രയൊക്കെ ഉള്ളൂ. ഇത് വീക്കെൻഡ് ആണോ കൂടുതൽ? വീക്കെൻഡ്സിലാണ് കൂടുതൽ. വീക്കെൻഡ്സിൽ വളരെ കൂടുതലാണ്. പിന്നെ മോർണിംഗിൽ വേറെ ബാച്ച് ഉണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞല്ലേ. അതായത് അത് സ്ഥിരമായിട്ടുള്ള മെമ്പർ ഒന്നല്ലെങ്കിൽ സൈക്ലിംഗ്, അല്ലെങ്കിൽ ജോഗിങ്, അല്ലെങ്കിൽ മറ്റേ ഓപ്പൺ ജിം വേണ്ടി വരുന്നവരാണ്. അതിന് പ്രാക്ടീസിനൊക്കെ വേണ്ടി വരുന്നത്. അതെ അതെ. ട്രെയിനേഴ്സും ഉണ്ട്. ഞാൻ ഹോളുമായി ബന്ധപ്പെട്ട് റൂംസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? റൂംസ് ഉണ്ട്. എത്ര റൂംസ് ഉണ്ടാവും നമുക്ക്? അധികം റൂംസ് ഇല്ല, ഒരു 9 റൂംസ് ഉള്ളൂ. അതെല്ലാം പക്ഷെ ഒരു 4-star ഗ്രേഡിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള റൂംസാണ്. അപ്പൊ ഈ ട്രെയിനിങ്ങിന് വരുന്ന ആളുകൾക്ക് അങ്ങനത്തെ ഫംഗ്ഷൻ, അതുമാതിരി ഫംഗ്ഷൻ വരുമ്പോഴും അവര് റൂംസ് ബുക്ക് ചെയ്യാറുണ്ട്. കാരണം കല്യാണത്തിനൊക്കെ അവരുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട്. അല്ലാതെയും വേറെയും ആളുകൾ ബുക്ക് ചെയ്യാറുണ്ട്. ഏതായാലും കേരളത്തിൽ കാണാത്ത ഒരു പുതിയ കോൺസെപ്റ്റ് സാർ ഇവിടെ പരിചയപ്പെടുത്തിയതിന് സാറിന് വലിയ സന്തോഷം കേട്ടോ സാർ. ഓക്കെ, താങ്ക് യു മധു. ഇതുപോലെ ഇങ്ങനത്തെ ഒരു അറ്റയറിൽ കാണാൻ സന്തോഷം. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ സാറിനെ കാണുകയും ചെയ്തു. അപ്പൊ എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ കൂടി ഇതൊക്കെ എപ്പോഴും ഞങ്ങളിന്ന് എൻജോയ് ചെയ്തു സാർ. കൂടെ കൊണ്ടു കിടക്കാന്ന് അർത്ഥം അല്ലേ? ഇത് എപ്പോഴും കൊണ്ടുപോകും സാർ. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളുടെ സ്റ്റാഫുമായിട്ട് ഒരു ഔട്ടിംഗ് പോകാൻ വന്നപ്പോ അങ്ങനത്തെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. സാറ് പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ തിമിർത്തു. വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വർത്തമാനം. കാര്യം ഇന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഒന്നിച്ചൊരു യാത്ര, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഔട്ടിങ്ങിന് വേണ്ടി
എവിടെ പോകാമെന്ന് ആലോചിച്ചപ്പോഴാണ് ചിറ്റലപ്പള്ളി സ്ക്വയറിൽ വരാൻ തീരുമാനിച്ചത്. ഒരു 3-4 മണിക്കൂർ തിമിർക്കാനുള്ളൊരു അവസരമുണ്ട്. അവിടെ നിന്നാണ് സ്വിമ്മിംഗ് പൂളുണ്ട്, ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും പിള്ളേരും ഭാര്യയും പിന്നെ എല്ലാവരും കൂടി ഒരു യാത്ര വന്നു. വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിറ്റലപ്പള്ളി സാർ വരുന്നത്. ചിറ്റലപ്പള്ളി സാറിൻ്റെ മനസ്സിലുണ്ടായ ഒരു മനോഹരമായ ആശയമാണല്ലോ ഇത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് ചിന്താഗതിയാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു.